നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു രാത്രികാലം കൂടെ കർത്താവിന്റെ സന്നദ്ധയില് നമുക്കെല്ലാവർക്കും ഒന്നിച്ചായിരിക്കുവാനായിട്ട് ദൈവത്തിന് നമ്മോട് കരുണ തോന്നി. ദൈവത്തിന്റെ വലിയ കൃപയാല് നമ്മളെല്ലാവരും ഈ രാത്രികാലം ഒന്നിച്ചായിരിക്കുന്നു. വാസ്തവമായും വാക്തത്വപ്രകാരം ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മള് എല്ലാവരും ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ്. അത് മാത്രമല്ല, ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതിന് ദൈവം വെച്ചിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വ്യവസ്ഥ, നമ്മള് ആത്മാവില് ഒന്നായിരിക്കണം. ആത്മാവിൽ ഒന്നല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിലും ദൈവം അവരുടെ മധ്യത്തിൽ ഉണ്ടാകത്തില്ല. നമ്മള് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പൊ പിയാനോയും ഗിറ്റാറും ഒക്കെ സിങ്ക്രണൈസ് ചെയ്യുന്ന പോലെ അത് സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ രണ്ടുപേരോ അതിലോ അവരുടെ മധ്യത്തിൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളൂ. എല്ലാവരും കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്താല് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകത്തില്ല. കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ നമ്മൾ അനുസരിച്ചെങ്കിൽ മാത്രമേ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യമാകുവാൻ ഇടയായിത്തീരുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ രാത്രികാലം ആത്മാവിൽ ഒന്നായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ ഹൃദയത്തില് എന്തെങ്കിലും പാവങ്ങള്, ദൈവത്തിന് പ്രസാദകരമല്ലാത്തത്, ദൈവത്തെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവം ഈ രാത്രികാലം എന്നോട് സംസാരിക്കണം, എന്റെ ഹൃദയത്തില് യഥാർത്ഥമായ ദൈവത്തിന്റെ ഒരു സന്ദർശനം ഉണ്ടാകണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ നമുക്കായിരിക്കാം. നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്ക് പറഞ്ഞതൊക്കെയും അതുപോലെ നിവർത്തിക്കും. നമ്മുടെ ഭാഗത്തു നിന്നുള്ളതായ കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ മാത്രം മതി. അതാണ് എപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. നമുക്ക് ഇന്ന് രാത്രികാലം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുമുള്ളതായ വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മള് യെശയ്യാപ്രവാചകന്റെ പുസ്തകം അനേക ദൈവദാസന്മാര് അതിനെ കുറിച്ച് പറയുന്നത് അത് ഒരു ബൈബിളിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്. അതായത് യെശയ്യാപ്രവചനം നമുക്കറിയാം 66 അധ്യായങ്ങളാണ് ഉള്ളത്. നമ്മുടെ കയ്യിലിരിക്കുന്നതായ ബൈബിളിലും എത്ര പുസ്തകങ്ങളുണ്ട്? 66 പുസ്തകങ്ങളുണ്ട്. ഈ 66 പുസ്തകങ്ങളില് 39 പുസ്തകങ്ങൾ പഴയ നിയമമാണ്. പുതിയ നിയമമായിട്ട് 27 പുസ്തകങ്ങളുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകവും 66 അധ്യായങ്ങളില് ആദ്യത്തെ 39 വരെയുമുള്ളതായ അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നതായ കാര്യങ്ങള് പ്രധാനമായിട്ടും പഴയ ഉടമ്പടിയുടെ കീഴിലുള്ളതായ കാര്യങ്ങളാണ്. 40 മുതൽ 66 വരെയുമുള്ളതായ 27 അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന പ്രധാന കാര്യങ്ങളൊക്കെയും ഒരു പുതിയ നിയമ ഉടമ്പടിയുടെ കീഴിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം മാത്രമല്ല, നമ്മൾ ബൈബിള് പഠിക്കുകയും അത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെയും ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നമുക്ക് മാനുഷികമായ ഒരു ജ്ഞാനമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് എന്താ ആവശ്യമായിട്ടുള്ളത്? നമുക്ക് ഈ ദൈവത്തിന്റെ വചനം പഠിക്കുന്നതിലൂടെ, അത് മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു മരണമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളതാണോ? ഈ നമ്മൾ ഈ ഇരിക്കുന്നതിൽ ഒരാൾ പോലും ആ ഒരു ആഗ്രഹത്തോടെയാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനല്ല. അപ്പോഴും നമുക്ക് എന്താ ആവശ്യമായിട്ടുള്ളത്? നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ജീവനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് ഏത് പുസ്തകമാണെങ്കിലും, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുമുള്ള ഏത് പുസ്തകത്തിലെ ഏത് വാക്യങ്ങളാണെങ്കിലും അവിടെ കടന്നു വരുമ്പോൾ അത് നമുക്ക് ലഭിക്കേണ്ടത് എന്താ? ലഭിക്കേണ്ടത് ജീവൻ ലഭിക്കണം. എങ്ങനെ ഈ ജീവൻ ലഭിക്കുന്നത്? നമ്മൾ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും എന്താ ഉണ്ട്? അവിടെ ഒരു മൂടുപടം കിടക്കുകയാണ്. മോശയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആ പുസ്തകം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്
മോശയുടെ പുസ്തകം വായിക്കുമ്പോഴെല്ലാം മൂടുപടം കിടക്കുന്നു. മൂടുപടം ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? നമുക്കറിയാം, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മൂടുപടം ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുക, എന്തുണ്ടാവും? നിശ്ചയമായിട്ടും എന്തൊരു ആക്സിഡന്റ് ഉണ്ടാകും. നമുക്ക് കാഴ്ച വളരെ അവ്യക്തമാണ്. നമ്മൾ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോഴും ഈ ഒരു വലിയ അപകടം നമ്മുടെ മുന്നിലുണ്ട്. കാരണം നമ്മളെല്ലാം ഭൗതിക ജീവികളാണ്, നമുക്ക് ബുദ്ധിയുള്ളവരാണ്. നമ്മുടെ ബുദ്ധി നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ജ്ഞാനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ മാനുഷിക പ്രിജുഡീസ്, അതായത് പാരമ്പര്യങ്ങള്, മുൻവിധികള്, ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മൂടുപടമായിട്ട് മരണം കൊണ്ടുവരുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നു. എന്താ ഇതിൽ നിന്നുള്ള ഒരു പോക്കുവഴി? 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? യേശുക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. ഞാൻ പറഞ്ഞത് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളാണ്. അപ്പൊ ഈ മൂടുപടം നീങ്ങിപ്പോകണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? യേശുക്രിസ്തുവിലേക്ക് നമ്മൾ തിരിയണം. മോശയുടെ പുസ്തകം തന്നെ നമുക്ക് വായിക്കാം. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഓരോന്നും നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം. പക്ഷെ നമ്മുടെ മുന്നിൽ മോശയല്ല, നമ്മുടെ മുൻപിൽ ന്യായപ്രമാണമല്ല, നമ്മുടെ മുൻപിൽ പഴയ നിയമമല്ല, നമ്മുടെ മുൻപിൽ പൗരോഹിത്യമല്ല, നമ്മുടെ മുൻപിൽ ഒരു സഭയുടെയും, ഒരു ക്രിസ്തീയ സഭയുടെയും പാരമ്പര്യങ്ങളുമല്ല. നമ്മുടെ മുന്നിലുള്ളത് വചനം ജഡമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ ഹൃദയത്തിന്റെ മുൻപിലുള്ളതെങ്കിൽ, ആത്മീയ കണ്ണുകളുടെ മുന്നിൽ ഉള്ളതെങ്കിൽ എന്തു സംഭവിക്കും? മൂടുപടം നീങ്ങിപ്പോയിട്ട് ആത്മാവ് ആ വചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുകയും, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാല്, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുവാനുള്ള ഒരു വലിയ ഉത്സാഹത്തിലേക്ക് നമ്മൾ കടന്നു വരും. മറ്റുള്ളവരെ പഠിപ്പിക്കുവാന്, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുവാന്, മറ്റുള്ളവരെ നിയന്ത്രിക്കുവാന്, അവർക്ക് പറഞ്ഞു കൊടുക്കുവാന് ഉള്ള വചനങ്ങൾ ഇങ്ങനെ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മളത് സ്വീകരിക്കും. നമ്മൾ ഉപദേശവുമായിട്ട് പുറത്തോട്ട് പോകും. ഉപദേശം നമ്മളെ കൂടുതൽ ഹിപ്പോക്രൈറ്റ് ആയിട്ട് മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങള്, ജീവിതത്തിൽ അനുസരിക്കാത്ത കാര്യങ്ങള്, ജീവിതത്തിൽ അനുഭവമാകാത്ത കാര്യങ്ങള്, അല്ലെങ്കിൽ ഏറ്റവും കുറച്ചത് ഹൃദയത്തിൽ ആഗ്രഹിക്കാത്ത കാര്യങ്ങള് നമ്മൾ വേറെ ആരോട് ഉപദേശിക്കുമ്പോഴും നമ്മളൊരു ഹിപ്പോക്രൈറ്റ് ആയിട്ട് മാറുക. കർത്താവായ യേശുക്രിസ്തുവും ദൈവവും ഏറ്റവും അധികം വെറുക്കപ്പെടുന്നതായ ഒരു പാവമാണ് ഹിപ്പോക്രസി. നമ്മുടെ വാക്കും പ്രവൃത്തിയും രണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു വലിയ അപകടത്തിലൂടെയാണ് ഈ ദൈവത്തിന്റെ കൃപയുടെ വചനം, ജീവന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ മരണം കൊണ്ടുവരുവാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടാകേണ്ടുന്നതായ ഒരു നിലവിളിയും ആവശ്യവും വിശ്വാസവും, ദൈവം ഈ വചനം യേശുക്രിസ്തുവിലൂടെ ജീവനായിട്ട് എന്നിലേക്ക് പകരപ്പെടണം, എനിക്ക് ജീവൻ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ ഹൃദയത്തോടാണ് വചനം ഇടപെടുന്നതെങ്കിൽ നമ്മൾ മറ്റൊരാളെ ഉപദേശിക്കുവാനല്ല. അതിന്റെ അർത്ഥം നമ്മൾ ഉപദേശിക്കേണ്ട എന്നല്ല. അത് ഒന്നാമത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്കാണ്. മുഖക്കണ്ണാടിയിൽ നോക്കുന്നവൻ അവന്റെ മുഖത്തെ മുഖക്കണ്ണാടിയിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ മുഖത്തെ ദൈവത്തിന്റെ വചനത്തിൽ കണ്ടിട്ട് നമ്മുടെ വചനം ശുദ്ധീകരണത്തിനായിട്ട്, ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശുക്രിസ്തു അതിനുവേണ്ടി ചെയ്തതായ പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആവശ്യബോധത്തോടെ നിലവിളിയോടും കണ്ണുനീരോടും കൂടെ വചനം ജഡമായി തീർന്ന് യേശുവിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ മാത്രമേ ആ വചനം നമ്മുടെ ഹൃദയത്തോട് ഇടപെടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവർ, രാവിലെ നമ്മൾ വചനം ധ്യാനിക്കുന്നു, വചനം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെയും ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നതായ കാര്യം ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കണം, നമ്മുടെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തണം. അതിന്റെ അർത്ഥം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തീർന്നു കഴിഞ്ഞ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ പാതയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ദൈവം ഉപദേശിച്ചത് നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റപ്പെടുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള സഹോദരത്തിലെയും ഈ കാര്യങ്ങളിൽ നമുക്ക് സഹായിക്കുവാൻ കഴിയും, അവരെ നമുക്ക് എൻകറേജ് ചെയ്യുവാനായിട്ട് കഴിയും. നമ്മളുടെ ജീവിതത്തിലേക്ക് ഈ വചനം മരണം കൊണ്ടുവരാതെ ദൈവത്തിന്റെ ജീവൻ പകരപ്പെട്ടതുപോലെ ഈ വചനം നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അത് പ്രാപിക്കുന്നവര്
അത് ഏറ്റെടുക്കുന്നവര് അവരുടെയും ജീവിതത്തില് അത് ജീവനായിട്ട് പരിണമിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളതായ കാര്യം. പ്രത്യേകിച്ച് നമ്മള് ദൈവവചനവുമായിട്ട് ഇടപെടുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം. അപ്പോൾ ഈ രാത്രികാലം നമ്മൾ ഈ ഒരു വലിയ ആഗ്രഹത്തോടെ, ദാഹത്തോടെ നമുക്ക് ഈ പഴയ നിയമ പുസ്തകത്തിന്റെ പുതിയ നിയമ ആത്മാവില് അതിനെ കാണുവാൻ നമുക്ക് കടന്നു വരാം. നമ്മൾ 40-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ 1 വരും അതിൽ 5 വരെയുമുള്ള വാക്യങ്ങൾ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഇവിടെ പറയുന്നതായ കാര്യങ്ങൾ പ്രധാനമായിട്ടും പുതിയ നിയമ പുസ്തകങ്ങളില് സ്നാപയോഹന്നാനിലൂടെയും യേശുക്രിസ്തുവിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും ദൈവം ആരംഭിച്ച് ദൈവം നടത്തിയ ദൈവിക പ്രവൃത്തിയുടെ ഒരു ദൈവിക പ്രവൃത്തിയാണ് നമുക്കിവിടെ ഈ ആദ്യ ഭാഗങ്ങളിൽ ഇവിടെ വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് കടന്നു വരാം. നമ്മൾ 40-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ നോക്കുക, ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത്? ദൈവം അരുളി ചെയ്യുകയാണ്, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ. എന്റെ ജനം എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ നോക്കിയാൽ അത് ഇസ്രായേലാണ്. എന്നാൽ പുതിയ നിയമ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ആരാണ് ദൈവത്തിന്റെ ജനം? കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ടതായ, വീണ്ടും ജനിച്ചതായ ദൈവ മക്കളാണ് ദൈവത്തിന്റെ മക്കള്. ആ ദൈവത്തിന്റെ മക്കള് അവരാണ് ദൈവം ഇവിടെ പറയുന്നത് അവരെ എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. അതൊരു പ്രാവശ്യമല്ല, ദൈവം 2 പ്രാവശ്യം അവിടെ പറയാണ്, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മള് വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലുള്ള ഒരു വലിയ ഉത്തരവാദിത്വം പുതിയ നിയമ ഉടമ്പടിയിലൂടെ ദൈവം തരുന്ന എന്താ? എന്റെ ജനത്തെ നിങ്ങള് ആശ്വസിപ്പിക്കണമെന്ന് നിങ്ങളുടെ ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്നു. അപ്പോൾ എന്നെ വീണ്ടെടുത്ത, എന്നെ രക്ഷിച്ച, എന്നെ ദൈവപൈതലാക്കി തീർത്ത ദൈവം എന്നോട് കൽപ്പിക്കുന്നത്, എന്നോട് അരുളി ചെയ്യുന്നത് എന്താണ്? എന്റെ ജനത്തെ, വീണ്ടും ജനിച്ചതായിരിക്കുന്ന ദൈവമക്കളെ അവരെ ആശ്വസിപ്പിക്കണം. അവര് ഭാരത്തിലാണ്, ദുഃഖത്തിലാണ്, ഞെരുക്കത്തിലാണ്, കണ്ണുനീരിലാണ്, പാപത്തിന്റെ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു പോകുന്നു, നിരാശരായി പോകുന്നു. അവര് ദൈവത്തിന്റെ വഴിയിൽ വന്നിട്ട് മന്ദീഭവിച്ച് നിരാശരായിരിക്കുന്നു. അവരെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. ദൈവം എത്ര വ്യക്തതയോടുകൂടെയാണ് നമ്മോട് എല്ലാവരോടും ഇത് കൽപ്പിക്കുന്നത്. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ ആശ്വസിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാകേണ്ടത് എന്താ? നമ്മള് നമ്മുടെ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കണം. ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാത്തവരല്ലേ, ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്ന ആ വഴിയിലേക്ക് ആയി തീരാത്ത നമ്മള് ആശ്വസിപ്പിക്കുവാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാല് അതെന്തു കൊണ്ടുവരും? മരണം. എന്നാൽ ദൈവത്തിൽ നിന്നുള്ളതായ ആശ്വാസം പ്രാപിച്ച നമ്മള്, അല്ലെങ്കിൽ ആശ്വാസം പ്രാപിക്കുന്ന ആ വഴിയിൽ ഇത് നമ്മള് ഒരു ലാഡർ കയറുന്ന പോലെ, ഒരു മൗണ്ടൻ കയറുന്നത് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മേല് ഈ വലിയ ഉത്തരവാദിത്വം കിടക്കുന്നു. എന്താണ്? നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം. നമ്മള് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇന്നെന്ന് പറയുന്നിടത്തോളം അന്യോന്യം, മലയാളത്തിൽ പ്രബോധിപ്പിച്ചു കൊള്ളുവാൻ എന്ന് പറയുന്നു. പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും പറയുന്നത് യു എൻകറേജ് വൺ അനദർ. അപ്പോൾ ഇന്നെന്ന് പറയുന്ന ഈ ദിവസം നമ്മൾക്കുള്ള ഒരു ഉത്തരവാദിത്വം എന്താ? നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളെ എൻകറേജ് ചെയ്യേണ്ടവരാണ്. എന്തിനാണ് എൻകറേജ് ചെയ്യേണ്ടത്? പാപത്തിന്റെ വഞ്ചനയിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം അവരെ പിടിക്കാതിരിക്കുവാൻ വേണ്ടി ഇന്നെന്ന് പറയുന്നിടത്തോളം നാം അന്യോന്യം എൻകറേജ് ചെയ്യേണ്ടവരാണ്, ഉത്സാഹിപ്പിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കണം. ആ ആശ്വാസം പ്രാപിക്കുന്ന വഴിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കുന്നവരായിട്ട് നമ്മൾ തീരണം. അവരുടെ മേലെ നിയമം അടിച്ചേൽപ്പിക്കുന്നവരായിട്ടല്ല, അവരെ
അവരെ നരകത്തിലേക്ക് വീണ്ടും അയക്കുന്നവരായിട്ടല്ല, അവരുടെ മേല് അടിമനുഖം വീണ്ടും കെട്ടിവെക്കുന്നവരായിട്ടല്ല, അവരെ ആശ്വസിപ്പിക്കുന്നവരായിട്ട്, കർത്താവിലുള്ള പ്രത്യാശയാൽ അവരെ നിറയ്ക്കുന്നവരായിട്ട്, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ അവരെ ഉത്സാഹിപ്പിക്കുന്നവരായിട്ട്, പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നവരും പാപത്തിന്റെ ആ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്നവരുമായി നമ്മൾ തീരണം. നമ്മളെല്ലാവരെയും ദൈവം അതിനുവേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ആ ക്രിസ്തുയേശുവിലുള്ള ആ വലിയ വിളിയാല്, ദൈവിക വിളിയാല്, വിശുദ്ധ വിളിയാല് ദൈവം നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നു. അതിനാൽ നാം ആശ്വാസം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ആ ആശ്വാസം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ അവിടെയെല്ലാം നമുക്കിത് വളരെ വ്യക്തതയോടെ കാണുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പിടിച്ചുകൊണ്ടുവന്ന പാപിനിയായ വ്യഭിചാരകർമ്മത്തിൽ വെച്ച് പിടിക്കപ്പെട്ടതായ സ്ത്രീ, മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുവാൻ എല്ലാ യഹൂദനും അവകാശമുള്ളതായ ആ സ്ത്രീ, യഹൂദന്മാരിലെ ഏറ്റവും പൂർണ്ണനായവൻ, ദൈവത്തിന്റെ പുത്രൻ, പാപമെന്തെന്നറിയാത്തവൻ, ആ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട് സാക്ഷികളോടുകൂടെ കൊണ്ടുവന്ന സ്ത്രീയോട് എന്താ ഈ ന്യായം വിധിക്കുവാൻ അധികാരമുള്ള ഏക മനുഷ്യൻ? വേറെ ആർക്കും ദൈവത്തിന്റെ മുന്നിൽ ന്യായം വിധിക്കാൻ അവകാശമില്ല. ആ ഏക മനുഷ്യൻ, പൂർണ്ണ മനുഷ്യൻ എന്താ അരുളി ചെയ്തത്? സ്ത്രീയെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുത്. അതാണ് കൃപ, അതാണ് കൃപയുടെ വചനം, അതാണ് കൃപയാല് നടത്തപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവമക്കൾ ചെയ്യേണ്ടുന്ന കാര്യം. നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കുക. മഗ്ദലനക്കാരത്തി മറിയയോ, വ്യഭിചാരികളായ അനേകരോ, ചുങ്കക്കാരനായ സക്കായിയോ, ചുങ്കം പിരിക്കുന്നവനായിരുന്ന മത്തായിയോ, ഒന്നും എടുത്തിയാട്ടക്കാരനായ പത്രോസോ ഒന്നും കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവ് അവരോട് ഒരു കാര്യവും അവരെ ഓർമ്മപ്പെടുത്തുവാനോ ശിക്ഷിപ്പിക്കുവാനോ ഒന്നും കർത്താവ് തയ്യാറായില്ല. എന്നാൽ പരീശന്മാര്, ന്യായശാസ്ത്രികള്, മാനസാന്തരപ്പെടുവാനുള്ള ആത്മാവില്ലാത്തവര്, ന്യായബോധത്തോടുകൂടെ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നവരെ വെള്ളയടിച്ച് ശവക്കല്ലറുകളെ എന്ന് വിളിക്കുവാനും അണലി സന്തതികളെ എന്ന് വിളിക്കുവാനും എല്ലാം യേശു കർത്താവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. നമ്മൾ നോക്കുക, എങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മരണം കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് അതേ അക്ഷരങ്ങള് ദൈവത്തിന്റെ ആത്മാവിനാല് നടത്തപ്പെടുമ്പോൾ ജീവൻ കൊണ്ടുവരുന്നത്? അതുകൊണ്ട് നമ്മുടെയും ജീവിതം അങ്ങനെ ആയിത്തീരണം. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ ആശ്വാസം പ്രാപിക്കണം. ആ ആശ്വാസം പ്രാപിച്ച് നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായിത്തീരണം. ആ ഒരു വലിയ കൽപ്പനയാണ് ഈ 40-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ദൈവം തരുന്നത്. ആശ്വസിപ്പിക്കുവിൻ, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവനെന്ന് നിങ്ങളുടെ ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് ആശ്വാസം പ്രാപിക്കണം. എങ്ങനെയാണ് നമ്മൾ ആശ്വാസം പ്രാപിക്കുന്നത്? അതൊരു പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ അല്ല, ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലൂടെയല്ല. പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഒക്കെയുമായിട്ട് പലരും ഇന്ന് ലോകത്തിലൂടെ നടപ്പുണ്ട്. ക്രിസ്തീയ വഴികളിൽ നടപ്പുണ്ട്, ക്രിസ്തുവിന്റെ ശിഷ്യരാന്ന് പറഞ്ഞ് നടപ്പുണ്ട്. ഹൈലി ഇന്റലക്ച്വൽ, ഹൈലി പോസിറ്റീവ് ഇൻ എവരിത്തിങ്, ഹൈലി പോസിറ്റീവ് ഇൻ ടോക്കിംഗ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ക്രിസ്ത്യൻ വേ. ദാറ്റ് ഈസ് നോട്ട് ദ വേ ക്രൈസ്റ്റ് കെയിം. ദാറ്റ് ഈസ് നോട്ട് ദ വേ ദ ഹോളി സ്പിരിറ്റ് ഈസ് ടീച്ചിങ് us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന വഴി അതല്ല. കർത്താവ് യേശു ക്രിസ്തു വന്ന വഴി അതല്ല. ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്ന വഴി അതല്ല. പിന്നെ ഏത് വഴിയാണ്? നമ്മൾ കർത്താവായ യേശുവിൽ നിന്ന് പഠിക്കുക. നമുക്ക് ഒരു വചനഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം, അതിന്റെ 27 മുതലുള്ളതായ വാക്യങ്ങള്. എന്റെ പിതാവ് സകലവും എന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാല്
എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. ഇവിടെ നമുക്ക് കർത്താവായ യേശുക്രിസ്തു തന്നെ അരുളി ചെയ്തിരിക്കുന്നതായ തിരുവചനങ്ങളാണ്. നമ്മൾ അനേക പ്രാവശ്യം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതായ വചനമാണ്. എന്നാൽ ഈ രാത്രികാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ വഴിയിലൂടെ നമ്മൾ ഇതിലൂടെ നടത്തും. നമുക്ക് ആഗ്രഹത്തോടെ ദാഹത്തോടെ നമുക്ക് ഈ വചനത്തിലേക്ക് കടന്നു വരാം. ഇവിടെ ഒന്നാമത് കർത്താവ് പറയുന്നത്, ഇവിടെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ പിതാവ് സകലവും എന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. യേശുക്രിസ്തു അവിടെ നമ്മളോട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തോട് പറയുന്നത് പോലെ അവിടെ എന്താ പറയുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആകയാല് നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് സകല ജാതികളെയും സ്ഥാനപ്പെടുത്തി ഞാൻ ഉപദേശിച്ചത് ആയ എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളുക. അതേ അധികാരത്തോടുകൂടെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്, എന്റെ പിതാവ് എന്നെ സകലവും പരമേൽപ്പിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ കുറിച്ച് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20 മുതലുള്ളതായ വാക്യങ്ങളിൽ പറയുമ്പോൾ പറയുന്നത്, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു, വിളിക്കപ്പെടുന്ന എല്ലാ നാമത്തിനും മേലായ നാമം ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവന് നൽകി. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന സഭയുടെ ശിരസായിട്ട് അവനെ ഏൽപ്പിക്കുമ്പോൾ എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും അവന്റെ കാൽ കീഴാക്കി അതിനുശേഷമാണ് ദൈവം അത് ചെയ്യുന്നത്. നോക്കൂ, ദൈവം യേശുക്രിസ്തുവിന് കൊടുത്ത സ്ഥാനം എഫേസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, യേശുക്രിസ്തുവിന്റെ കാലിന്റെ കീഴിൽ എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും പിശാചിനെയും ദൂതന്മാരെയും എല്ലാം ആക്കിയതിനു ശേഷം അവനെ സഭയുടെ ശിരസാക്കി. മാത്രമല്ല അവന്റെ നാമത്തിന്, യേശുവിന്റെ നാമത്തിന് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ നമ്മൾ 2 പ്രാവശ്യം കേട്ടു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഫേസ്യ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, യേശുക്രിസ്തുവിന് സകല അധികാരവും ലഭിച്ചിരിക്കുന്നു. ഇവിടെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ഒരു കാര്യം എടുത്തു പറഞ്ഞാണ് കർത്താവ് പറയുന്നത്, പിതാവിനെ ആരും അറിയുന്നില്ല, ദൈവത്തെ ആരും അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും മാത്രമേ പിതാവിനെ അറിയുവാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ജീവിതത്തിലും നമുക്ക് ദൈവത്തിൽ നിന്നുള്ളതായ ആശ്വാസം ലഭിക്കാതിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം നമ്മൾ ദൈവത്തെ അറിയുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നു, ചില കാര്യങ്ങൾ ദൈവം നമ്മളെ അറിയുന്നില്ല. ഒരുപക്ഷെ അത് രോഗത്തിന്റെ കാര്യമാകാം, ഒരുപക്ഷെ നമ്മുടെ ജോലിയുടെ കാര്യമാകാം, ഒരുപക്ഷെ നമ്മുടെ വിസയുടെ കാര്യമാകാം, ഒരുപക്ഷെ മറ്റു മനുഷ്യരുടെ നമ്മളോടുള്ള ഉപദ്രവങ്ങളാകാം, ഒരുപക്ഷെ പിശാച് കൊണ്ടിരുന്ന ചിന്തകള് നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്ന അപകടത്തിന്റെ മേഖലകളാകാം. അവിടൊക്കെയും സർവശക്തനായ ഈ ദൈവത്തെ, സകല അധികാരവുമുള്ള ഈ ദൈവത്തെ, എന്നെ രക്ഷിച്ച് എന്നെ വീണ്ടെടുത്ത ദൈവത്തെ, എന്നെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന എന്റെ ദൈവത്തെ, എല്ലാം എന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുന്ന ഈ ദൈവത്തെ, പിശാചിന്റെ തലയെ തകർത്ത ഈ ദൈവത്തെ, എനിക്ക് വിപരീതമായ എല്ലാ കയ്യെഴുത്തുകളും മായ്ച്ചു കളഞ്ഞ് പിശാചിനെ പരസ്യ കൂത്തുകാഴ്ചയായി നിർത്തിയിരിക്കുന്ന ഈ ദൈവത്തെ ഞാൻ അറിയാതിരുന്നാല് എന്റെ ഹൃദയത്തിലെ ആശ്വാസം നഷ്ടപ്പെട്ടു പോകും, എന്റെ ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും, എന്റെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകും, എന്റെ ജീവിതത്തിലെ സത്യം ഇല്ലാതെയായി തീരും. എന്താണ് അതിന് മാർഗം? എന്താണ് അതിന് വഴി? ഒരേ ഒരു വഴിയേ ഉള്ളൂ. യേശു കർത്താവ് തന്നെ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് വരുന്നില്ല. എത്ര ഇന്റലിജന്റ് ആയിട്ടുള്ളവനും ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വരെയും കാണാതെ പഠിച്ച് ആരെങ്കിലും ഈ ലോകത്തില് ഉണ്ടെങ്കിൽ അവരാരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാല് എഴുതപ്പെട്ട ദൈവവചനം ക്രിസ്തുയേശുവിലൂടെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ അവർക്ക് ആശ്വാസവും സമാധാനവും പ്രത്യാശയും ഒന്നും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അവരുടെ അറിവ്, അവരുടെ ജ്ഞാനം, അവരുടെ ഇന്റലിജൻസ് അവരെ അന്ധരാക്കി തീർത്ത് ഈ ലോകത്തിന്റെ പ്രഭു അവരെ അന്ധരാക്കി വലിയ ഹിപ്പോക്രൈറ്റ്സുകളായിട്ട് മാറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർത്താവിനെയാണ്, യേശുവിനെയാണ്.
ജീവനുള്ള ദൈവത്തെയാണ്, വചനം ജഡമായി തീർന്ന യേശുവിനെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ യേശുവിലേക്ക് നമ്മൾ കടന്നു വരിക. കർത്താവാണ് പറയുന്നത്, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മാത്രമേ പിതാവിനെ അറിയുവാൻ കഴിയുള്ളൂ. പുത്രൻ ഇതൊരു വെളിപ്പാടായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തരണം. നമ്മുടെ ഹൃദയ പലകമേല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാല് ഈ ദൈവത്തിന്റെ വചനങ്ങൾ എഴുതപ്പെടണം. ദൈവത്തിന്റെ വചനം നമ്മള് ആഗ്രഹത്തോടെ ഭക്ഷിക്കുന്നവരായിട്ട് തീരണം. അത് നമ്മുടെ വായിൽ കയ്പ് തരും, എന്നാൽ നമ്മുടെ വയറ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതൊരു മധുരവും അതിമധുരമുള്ളതായിട്ട് തീരും. അതിനാണ് നമ്മളെ ജീവിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവവചനത്തിന്റെ മുന്നിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഒരു വലിയ ആഗ്രഹം, കർത്താവായ യേശുക്രിസ്തു ഒരു വെളിപ്പാടായിട്ട് ഇതെനിക്ക് തരണം, ഇത് എന്റെ വായിൽ കയ്പ് തരുമെന്ന് പറഞ്ഞാല് നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ മുഖം ആദ്യമേ കാണുന്നത്. നമ്മുടെ മുഖം കാണുമ്പോൾ ഉപേക്ഷിക്കുവാന്, മാനസാന്തരപ്പെടുവാന് ഒക്കെയും ബുദ്ധിമുട്ടുണ്ടാകും, കയ്പുണ്ടാകും, പ്രയാസമുണ്ടാകും. ഉപദേശിക്കുവാൻ എളുപ്പമാണ്, മറ്റുള്ളവരോട് പറയുവാൻ എളുപ്പമാണ്. എന്നാൽ നമ്മിലത് ക്രിയ ചെയ്യണം, അത് കയ്പാകണം, മാനസാന്തരപ്പെടണം. അതിനുശേഷം അത് നിലനിൽക്കുന്ന മധുരമായിട്ട്, തേൻകട്ടയിലും മധുരമായിട്ട്, പാറയിലുള്ള തേനിനേക്കാളും മധുരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതിന് കർത്താവായ യേശുക്രിസ്തു ഇവിടെ നമ്മോട് പറയുന്നത്, നമ്മള് 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് ഇവിടെ വിളിക്കുകയാണ്. ആരെയൊക്കെയാ വിളിക്കുന്നത്? എല്ലാവരെയും വിളിക്കുന്നു. എന്നാൽ ഒരു കാര്യം കർത്താവ് അവിടെ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരും. അപ്പോൾ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിന്റെ വഴികളെ അറിയുവാൻ, ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുവാൻ, അത് ഏത് കാര്യത്തിലാണെങ്കിലും ഒരാഗ്രഹമുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഒരു അധ്വാനമുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഭാരം ചുമക്കുന്നവരെങ്കിൽ, അതിനുവേണ്ടി നിരാശയിലായിരിക്കുന്നവരെങ്കിൽ, അതില് എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ പോലെ ഇരിക്കുന്നവരാണ് നമ്മളെങ്കിൽ, വി ആർ ക്വാളിഫൈഡ്. കർത്താവ് വിളിക്കുന്ന ഈ വിളി കേൾക്കുവാനായിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആണ്. ഈ രാത്രികാലം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക, ഈ ഒരു അധ്വാനം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇതിനെക്കുറിച്ചൊരു ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതോ നമ്മൾ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ പിന്നാലെ, ലോകത്തിന്റെ വഴിയുടെ പിന്നാലെ, മാനുഷിക പാരമ്പര്യങ്ങളുടെ പിന്നാലെ, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതിന്റെ പിന്നാലെ, ലോകത്തിന്റെ വഴികളുടെ പിന്നാലെ പോകുന്നതിലുള്ള അധ്വാനവും ഭാരവും ഒക്കെയാണോ നമുക്കുള്ളത്? നമ്മളെ ഈ രാത്രികാലം നമുക്ക് ദൈവകരങ്ങളില് പുനഃപ്രതിഷ്ഠിക്കാം. റിസ്റ്റോർ ചെയ്യുന്നതായ ദൈവം, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നതായ ദൈവം വാസ്തവമായി നമ്മെ സ്നേഹിക്കുന്നു. അവൻ നമ്മോട് പ്രവർത്തിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ, കർത്താവ് നമ്മെ ക്ഷണിച്ചിരിക്കുന്നത് ഓപ്പൺ ആയിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ആശ്വാസം പ്രാപിക്കുവാനായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ അടുക്കിലേക്ക് വരിക എന്ന് പറഞ്ഞാല് ആരാ വരേണ്ടത്? എന്റെ ഭാര്യയല്ല വരേണ്ടത്, അല്ലെ എന്റെ ഭർത്താവല്ല വരേണ്ടത്, അവരും വരണം. എന്റെ മക്കളല്ല വരേണ്ടത്, അല്ല സഭയിലെ മറ്റുള്ള സഹോദരി സഹോദരന്മാരല്ല വരേണ്ടത്. ആരാ വരേണ്ടത്? ഞാൻ വരണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്ന ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മളെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ് നമ്മളെങ്കിൽ, പ്രാഥമികമായിട്ട് ദൈവത്തെയും ദൈവത്തിന്റെ വഴികളെയും അറിയുവാൻ, പിതാവിനെ അറിയുന്ന ഒരാഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കർത്താവിന്റെ ഉത്തരവാദിത്വമാണ് എന്ത്? നമ്മളെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്. കർത്താവ് പറയാൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ആശ്വാസം പകരും, ആശ്വാസം നമുക്ക് തരും. ഐ ഗീവ് യു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവിന്റെ എത്രയോ മാറ്റമില്ലാത്ത ഉറച്ച ഒരു വാക്തത്വമാണ് കർത്താവ് ഇവിടെ തരുന്നത്. രണ്ടാമത് കർത്താവ് ഇവിടെ അതിനോട് കൂട്ടിച്ചേർത്ത് വരുന്നുണ്ട്, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാല് എന്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ,
എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ കാണുന്നത് ആദ്യമേ കർത്താവ് എന്താ പറഞ്ഞത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. രണ്ടാമത് കർത്താവ് അതിനോട് കൂടെ പറയുന്ന കാര്യം, നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം എന്ത് ചെയ്യും? ആശ്വാസം കണ്ടെത്തും. ഇത് തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? നമ്മളൊക്കെ ഒരാൾ ആശ്വസിപ്പിക്കുന്നു അല്ലെങ്കിൽ ആശ്വാസം തരുന്നു. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അടുത്ത ഭാഗമാണ് നമുക്ക് തന്നതായ ആശ്വാസം നമ്മൾ കണ്ടെത്തുന്നത്, നമ്മൾ പ്രാപിക്കുന്നത്. അതിന് ചില കാര്യങ്ങളോടുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കും. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. 6-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് കൂട്ടിച്ചേർത്ത് കർത്താവ് അവിടെ പറയുന്നുണ്ട്, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ വരികയില്ല. അപ്പോൾ നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് ആശ്വാസം പ്രാപിക്കുവാനായിട്ട് കടന്നു വരുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മൾ മാത്രമല്ലുള്ളത്. നമ്മൾ ഇച്ഛിക്കുന്നതും നനയ്ക്കുന്നതും എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവം, നമ്മൾ ഇച്ഛിക്കുവാന് കാരണമായി തീരുന്നതായ ദൈവം. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും പുത്രന്റെ അടുക്കൽ വരുന്നില്ല. പുത്രന്റെ അടുക്കൽ വരുന്നവരെ ആരെയും പുത്രൻ തള്ളിക്കളയും. ആ വലിയ ഉറപ്പോടെയാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ആ വലിയ അഷുറൻസോടെയാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ആ വിളി കേട്ട് കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവിടെ നമ്മളോട് പറയുന്നത് എന്താ? നമ്മളൊരു വിളി കേട്ട് വരുന്നവര് മാത്രമായി തീരരുത്. അതിനോട് കൂടെ നമ്മളെ കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നവരായി തീരണം. ആശ്വാസം പ്രാപിക്കുന്നവരായി നമ്മൾ തീരണം. ആശ്വാസം പ്രാപിക്കുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായി നമ്മുടെ ജീവിതം ആശ്വാസം പ്രാപിക്കും. മറ്റുള്ളവരെ ആശ്വസിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുകയും ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കാര്യം കടന്നു വരണമെങ്കിൽ നമ്മൾ കർത്താവിനാൽ യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരണം. യേശുവിൽ നിന്നുള്ളതായ ആശ്വാസം, കംഫർട്ട് നമുക്ക് ലഭിക്കുവാനായിട്ട്, നമ്മൾ അത് പ്രാപിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തില് ഇടയായിത്തീരും. നമ്മൾ ആശ്വസിപ്പിക്കുന്നു, ആശ്വാസം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അധ്വാനമുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിശ്വാസം അതിനകത്ത് ആവശ്യം. ആ വിശ്വാസവും ദൈവം കൃപയാൽ നമുക്ക് തരുന്നതാണ്. ആ വിശ്വാസത്തോടുകൂടെ നമ്മൾ വരണം. എന്താണ് ഇവിടെ അത് പറയുന്നത്? 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആത്മാസം കണ്ടെത്തും. അപ്പോൾ കർത്താവിടെ പറയുന്നത് എന്താ? കർത്താവ് സൗമ്യതയും താഴ്മയും ഉള്ളവനായതുകൊണ്ട്, സൗമ്യതയും താഴ്മയും ഉള്ളവനായതുകൊണ്ട് കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കണം. കർത്താവിനെ യേശുവിലേക്ക് നോക്കിക്കൊണ്ട്, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്, അത് കണ്ടുകൊണ്ട്, അത് പഠിച്ചുകൊണ്ട് നമ്മളായിരിക്കണം. അതിന് കർത്താവ് നമുക്ക് തരുന്നതായ, നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന കാര്യം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. നമ്മൾ സൗമ്യതയും താഴ്മയുമുള്ളവരായിട്ട്, അതായത് ജെന്റിൽ ആൻഡ് ഹംബിൾ, ഇത് രണ്ട് ദൈവത്തിന്റെ യേശുക്രിസ്തുവിൽ നമ്മൾ കാണുന്ന രണ്ട് ഗുണങ്ങളാണ്, രണ്ട് ദൈവിക സ്വഭാവമാണ്. ഒന്ന് ജെന്റില്, രണ്ടാമത് ഹംബിൾ, അല്ലെങ്കിൽ ഒന്ന് ഹംബിള്, രണ്ടാമത് ജെന്റില്. കാരണം ഹംബിൾ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഹംബിൾ, ദെൻ ജെന്റിൽ. ഈ രണ്ട് കാര്യവും ഇല്ലെങ്കിൽ ആർക്കും കർത്താവിന്റെ അടുത്തേക്ക് വരുവാനായിട്ട് കഴിയത്തില്ല. നമ്മൾ പ്രൗഡായിട്ടുള്ള ഒരാളാണെങ്കിൽ എത്ര പേർക്ക് നമ്മുടെ അടുത്ത് വരുവാനായിട്ട് കഴിയും? നമ്മൾ ജെന്റിൽ അല്ലെങ്കിൽ, അതായത് സൗമ്യത ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആർക്ക് നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് കഴിയും? അതിന്റെ ഒന്നാം ഭാഗം. എന്നാൽ നമ്മൾ യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ കാണുന്നത് കർത്താവിന്റെ ഹ്യൂമിലിറ്റിയാണ്, താഴ്മയാണ്. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെ അവൻ അനുസരണമുള്ളവനായി തീർന്നു. എവിടെ വരെയാ? ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമായിട്ടുള്ളവനായി തീർന്നു. അപ്പോൾ കർത്താവിന്റെ ഹ്യൂമിലിറ്റി ഇരിക്കുന്ന എവിടെയാ? കർത്താവിന്റെ
പെർഫെക്റ്റ് ഒബീഡിയൻസ് ടു ദി ഫാദർ. പിതാവായ ദൈവത്തോടുള്ള പൂർണ്ണമായ അനുസരണത്തിലാണ് കർത്താവിന്റെ ആ താഴ്മ ഇരിക്കുന്നത്. താഴ്മയുടെ രഹസ്യം അതാണ്. ഇന്ന് നമ്മളെ വഞ്ചിക്കപ്പെടുന്ന ഒരു വലിയ താഴ്മ ക്രിസ്തീയ കോളത്തിൽ മുഴുവൻ ഭരിക്കപ്പെടുന്നുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യൻ, ജ്ഞാനിയായ മനുഷ്യൻ, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനായിട്ട് അറിയാവുന്ന മനുഷ്യര്, അവസരത്തിനൊത്ത് നാക്ക് ചലിപ്പിക്കുവാനുള്ള ചാതുര്യം മനുഷ്യര്, ഇവരെല്ലാം വലിയ താഴ്മയുള്ളവരാണ്. എന്നാൽ യേശുവിൽ നമ്മൾ കാണുന്ന താഴ്മ അങ്ങനല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയുടെ അടുത്തും പാപിനിയായ സ്ത്രീയുടെ അടുക്കലും ചുങ്കക്കാരന്റെ അടുക്കലും വ്യഭിചാരികളുടെ അടുക്കലും ാലയത്തെ വിൽപ്പന സ്ഥലമാക്കിയിട്ട് മാറ്റുകായ പരീശന്മാരുടെ മുൻപില് അവരെ ചാട്ടവാറുകൊണ്ട് അടിച്ചു പുറത്താക്കിയ കർത്താവ്, അവരെ അണലി സന്തതികളെ എന്ന് വിളിച്ചവൻ, വെള്ളയടിച്ച് ശവക്കല്ലറത്തെ എന്ന് വിളിച്ചവൻ താഴ്മയുടെ ഉദാഹരണമാണ്. അതാണ് യഥാർത്ഥ താഴ്മ. അവിടെ എന്താ ഉള്ളത്? ദൈവത്തോടുള്ള അനുസരണം താഴ്മയുടെ ലക്ഷണം. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മള് ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പ്ലീസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ താഴ്മയുള്ളവരാണെന്ന്. ലോകവും പറയും താഴ്മയുള്ളവരാ. ഓ, ഈ ഭൂമിയിലെ മാതാപിതാക്കന്മാരെ അവൻ ബഹുമാനിക്കുന്നല്ലോ, അത് ദൈവത്തിന്റെ കൽപ്പനയല്ലേ. എന്നാല് നമ്മള് അവിടെ അഹങ്കാരികളാണ്. നമ്മൾ താഴ്മയുള്ളവരാണെങ്കിൽ ദൈവത്തെ അനുസരിക്കുമ്പോഴാണ് താഴ്മയുള്ളത്. ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരെ പ്ലീസ് ചെയ്യുമ്പോഴല്ല താഴ്മയുണ്ടാകുന്നത്. അത് വഞ്ചനയാണ്. ആ കാര്യങ്ങളിൽ ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നവരായിട്ട് തീരണം. ക്രിസ്തുവിൽ എന്തുണ്ടായിരുന്നു? താഴ്മയുണ്ടായിരുന്നു. അതുപോലെ ക്രിസ്തുവില് ജെന്റിൽനെസ് ഉണ്ടായിരുന്നു, സൗമ്യത ഉണ്ടായിരുന്നു. ആർക്കും കർത്താവിന്റെ അടുത്ത് വരാൻ എന്നാൽ ആർക്കും കഴിയത്തില്ല. മാനസാന്തരമില്ലാത്തവര് അവർക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് കഴിയത്തില്ല. അവർ ശവക്കല്ലറകളിൽ നിന്നുള്ള വിളി കേൾക്കേണ്ടി വന്നു. പല സമയങ്ങളിലും കർത്താവ് അവരുടെ മുൻപിൽ മൗനിയായിട്ട് നിന്നു. കർത്താവ് സംസാരിച്ചില്ല. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താ? കർത്താവിന്റെ സൗമ്യതയും താഴ്മയുമാണ്. അപ്പോൾ നമ്മൾ കർത്താവിന്റെ സൗമ്യതയും താഴ്മതയും നമ്മൾക്കുണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് മാനസാന്തരത്തിന്റെ ഒരു ആത്മാവിലാണ് നമ്മൾ ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ ഏതവസ്ഥയിലും കർത്താവിന്റെ അടുത്തേക്ക് നമുക്ക് കടന്നില്ല. അവൻ 2 കരങ്ങളും നീട്ടി നമ്മളെ സ്വീകരിക്കുന്നവൻ. അങ്ങനെ നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കുന്നവരായി തീരുമ്പോൾ എന്താ കർത്താവ് തരുന്ന അഷുറൻസ്? എന്താ കർത്താവ് തരുന്ന ഉറപ്പ്? നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. എന്റെ ആശ്വാസം നിങ്ങളുടെ ആശ്വാസമായിട്ട് തീരും. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. അത് ഈ ലോകം തരുന്ന സമാധാനം അല്ല. ലോകം തരാത്ത ഒരു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നമ്മൾ ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങള് ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടത്. 7-ാമത്തെ വാക്യം പറയുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ക്രിസ്തുവേശുവില് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും, സൂക്ഷിക്കും. അവിടെ പറയുന്ന ഫോർട്ട് കെട്ടി നമ്മുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കുന്ന ദൈവം. അതായത് വേറെ വിധത്തിൽ പറഞ്ഞാല് കംഫർട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നതായ ദൈവം. അതെങ്ങനെയാ ഇടയായിത്തീരുന്നത്? നമ്മള് അവരിൽ നിന്ന് പഠിക്കുമ്പോൾ, അവന്റെ സൗമ്യതയും താഴ്മതയും നമ്മുടെ സൗമ്യതയും നമ്മുടേതായിട്ട് മാറുമ്പോൾ, നമ്മള് യേശുവിനെ യഥാർത്ഥമായിട്ട് അനുഗമിക്കുമ്പോൾ അത് നമ്മുടേതായിട്ട് മാറുന്ന ഈ ആശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ തകർച്ചയുടെ മുൻപിലും, എല്ലാ പരാജയങ്ങളുടെ മുൻപിലും, എല്ലാ വീഴ്ചകളുടെ മുൻപിലും, എല്ലാ പാപത്തിന്റെ മുൻപിലും, എല്ലാ പാപത്തിൽ നമ്മൾ പരാജയപ്പെട്ടതിന്റെ മുൻപിലും, നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയായി തീർന്ന അവസ്ഥയിലും ഈ ദൈവിക സമാധാനം നമ്മളിലേക്ക് പകർന്നു തന്ന് നമ്മളെ മുന്നോട്ട് നടത്തുവാൻ കർത്താവിന് കഴിയും. കർത്താവിൽ ആശ്രയിക്കുന്നതായ, കർത്താവിൽ വിശ്വസിക്കുന്നതായ ദൈവമക്കൾക്കും കഴിയും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. ഈ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ കർത്താവ് പറയുന്നു വീണ്ടും അടുത്ത വാക്യത്തില്, അവിടെ അതായത് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു,
എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. നമുക്ക് സാധാരണ മനുഷ്യർക്കെല്ലാം ഉണ്ടാകുന്ന ഒരു വലിയ ചിന്തയും പലരെയും ഭരിക്കുന്നത് എന്താ? കർത്താവിന്റെ ഈ കൽപ്പനയൊക്കെ ഭയങ്കര ഭാരമുള്ളതാ. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? ഇങ്ങനെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? പ്രയാസമുള്ള കാര്യമല്ലേ? ഈ മുഖത്തിന് ഭയങ്കര കനമാണ്, ഈ ചുമടിന് ഭയങ്കര വെയിറ്റ് ആണ്. എനിക്ക് ചുമക്കാൻ പറ്റത്തില്ല, എന്റെ പെടലി ഒടിഞ്ഞു പോകും. ഈ മുഖം ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല. അതുകൊണ്ട് സാഹചര്യം അനുകൂലമാകുമ്പോൾ, മറ്റുള്ളവർ കാണുമ്പോൾ, മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാം ഓക്കെയാ. മറ്റുള്ള എന്റെ രഹസ്യ ജീവിതത്തില്, എന്റെ രഹസ്യ അനുഭവങ്ങളില് ഇതൊന്നും അനുസരിക്കാതെ ജീവിക്കുന്ന ഈ വഞ്ചനയുടെ ഉപദേശമാണ് ക്രിസ്തീയ കോളത്തിൽ നിന്ന് പരക്കെ പരന്നുകൊണ്ടിരിക്കുന്നതും എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്നു. എന്നാല് യഥാർത്ഥ സുവിശേഷം നമ്മളോട് പറയുന്നത്, അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ഈ ഭൂമിയിലെ 100 വർഷത്തെ ജീവിതത്തിന്റെ അവസാന സമയത്ത് തന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പനകൾ ഒന്നും എന്തുള്ളതല്ല, ഭാരമുള്ളതല്ല. ഇറ്റ് ഈസ് നോട്ട് എ ബർഡൻ. പിന്നെ അതെന്താണ്? അത് നമുക്ക് ലിബർട്ടി തരുന്നതാണ്, നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ്, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നവരാണ്. യേശു കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിന്നാല് നിങ്ങള് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും. അവിടെ മുഖങ്ങൾ ഒടിഞ്ഞു പോകും. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മുഖങ്ങൾ ഒടിഞ്ഞു പോകും. വ്യാജമായ എല്ലാ താഴ്മയിൽ നിന്നും യഥാർത്ഥ താഴ്മയിലേക്ക് നമ്മൾ വരും. വ്യാജമായ എല്ലാ ജെന്റിൽനെസ്സിൽ നിന്നും, സൗമ്യതയിൽ നിന്നും നമ്മൾ യഥാർത്ഥ സൗമ്യതയിലേക്ക് വരും. എല്ലാ അടിമമുഖങ്ങളും ഒടിഞ്ഞു പോകും, എല്ലാ അടിമമുഖങ്ങളും നീക്കപ്പെടും. നമ്മൾ യഥാർത്ഥമായിട്ടും കർത്താവ് നമ്മളെ വിളിച്ച, ക്രിസ്തു നമ്മെ വിളിച്ച സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ജീവിക്കുന്നവരായിട്ട് നമ്മൾ തീരും. ഇവിടെ യേശു കർത്താവ് തന്നെ ഈ വലിയ അഷുറൻസ് നമുക്ക് തരുന്നത്. എന്റെ മുഖം എന്താണ് ഇവിടെ പറയുന്നത്? എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാണ്. നമ്മൾ നാട്ടിലൊക്കെ കാണുന്നുണ്ട് ഈ മുഖം കാളയുടെ പുറത്ത്. നിങ്ങളിൽ എത്ര പേർക്ക് അത് പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് വളരെ എന്റെ ചെറുപ്പകാലത്ത് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സാധനമാണ് ഈ കാളയുടെ തോള വെക്കുന്ന മുഖം എന്ന് പറയും. ഈ മുഖം ഭയങ്കര നല്ല വെയിറ്റ് ഉണ്ട്. ഇത് കയറും ഒക്കെ ഇട്ട് കെട്ടിക്കഴിയുമ്പോൾ നല്ല വരിഞ്ഞ് മുറുകി നല്ല ഇതായിട്ടിരിക്കും, വെയിറ്റ് ആയിട്ടിരിക്കും. അങ്ങോട്ടോ ഇങ്ങോട്ടോ കാളയ്ക്ക് പെടലി അമക്കാനായിട്ട് വരുന്നത്. മുഖത്തോടു കൂടെ ഈ മുഖം ഇട്ടിരിക്കുന്ന 2 അലകുകൊണ്ടുള്ളതായ ഇതുണ്ട്, ഞാൻ പേര് മറന്നുപോയി, അതിന്റെ കൂടെ കയറുണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ കെട്ടിമുറുക്കിയാണ് ഈ കാളയെ ഈ മുഖത്തിന്റെ കീഴിലേക്ക് നിർത്തുന്നത്. അതിന്റെ ഭാരമുണ്ട്. മുഖം വെച്ചതായ കാളയുടെ തോളിൽ നോക്കിയാൽ നമുക്കറിയാം അവിടെ വലിയ കറുത്ത പാട്, തഴമ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ കല്ലിച്ച് കിടക്കുന്ന കാണാൻ കഴിയും. രക്തോട്ടം എല്ലാം നിന്ന് കല്ലിച്ച് കിടക്കുന്നത് എന്തുകൊണ്ടാ? ഈ മുഖത്തിന്റെ കനവും ഇതിന്റെ മുറുക്കവും. ഒരു മാസം എങ്കിലും കാളയുടെ കഴുത്തിൽ നമ്മൾ മുഖം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് മുഖം വെച്ച കാളയാണ്. അത്രമാത്രം ഭാരമാണ്, ഇറുക്കമാണ് അതിന്. എന്നാൽ യേശു കർത്താവ് നമ്മോട് പറയുന്നത്, എന്റെ മുഖം മൃദുവാണ്, എന്റെ ചുമട് ലഘുവാണ്. അത് മുഖം തന്നെയാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞാൽ നമ്മള് തെർമോക്കോളും കൊണ്ടൊരു മുഖം ഉണ്ടാക്കി നമ്മുടെ കഴുത്തെ വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതിന് അത്രമാത്രം വെയിറ്റേ ഉള്ളൂ. എന്തുകൊണ്ടാ? ഈ മുഖത്തിന്റെ കീഴില് എന്റെ പെടലി ഇരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് എന്റെ പെടലിക്ക് പകരം കർത്താവായ യേശു ക്രിസ്തു തന്നെ അദ്ദേഹത്തിന്റെ പെടലി ആ മുഖത്തിന്റെ കീഴിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ഇതിന്റെ ഭാരം ചുമക്കേണ്ടി വരുന്നില്ല. പലപ്പോഴും പലരും ഉപദേശിക്കുമ്പോൾ മുഖത്തിന്റെ മറ്റേ സൈഡിൽ നിന്ന് നമ്മളെ അഭ്യസിപ്പിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചാണ് ഉപദേശിക്കുന്നത്. ഞാൻ എന്റെ അനുഭവങ്ങളിലും ഞാൻ കാണുന്ന ഒരു യേശു മറ്റേ സൈഡിൽ നിൽക്കുന്ന യേശു അല്ല. എന്റെ യേശു എന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നവനാണ്. ആ മുഖം ഇരിക്കുന്ന യേശുവിന്റെ തോളിലാണ്. എന്റെ മുഖം, എന്റെ കഴുത്തായിട്ട് ഒരു ചെറിയ കഴുത്തായിട്ട് അതിന്റെ കൂടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കർത്താവ് അതിനുവേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഈ മുഖം വഹിച്ചതിന്റെ പ്രതിഫലം തരുന്നതായ നാളില് അവിടെ കർത്താവിന്റെ കഴുത്തില്ല. കർത്താവ് പിതാവിനോട് പറയുന്നത്, ഇതെല്ലാം എന്റെ ഈ ഇളയ സഹോദരൻ ചെയ്തതാണ്, അതിന്റെ എല്ലാ റിവാർഡ്സും ഇസ് ഫോർ ഹിം. നോക്കൂ,
കർത്താവിന് നമ്മളുള്ളതായ സ്നേഹം എത്ര വലുതാണ്. കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവിതം ഏൽപ്പിച്ചു തന്നത് എത്ര അധികമായിട്ടാണ്. ഞാൻ മരിക്കേണ്ടിയിരുന്നിടത്ത് അവൻ എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ പാപമായി ജീവിച്ചിടത്ത് അവൻ എനിക്ക് പാപമായി മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ നീതി എന്റെ മേൽ വരുവാനായിട്ട് ഞാൻ ദൈവത്തിന്റെ നീതിയായി തീരേണ്ടതിന് പാപമായിരുന്നു എനിക്ക് വേണ്ടി അവൻ പാപമായി നീക്കപ്പെട്ടു. എല്ലാവരാലും വെറുക്കപ്പെട്ടിരുന്ന എന്റെ സ്ഥാനത്ത് അവൻ എല്ലാവരാലും വെറുക്കപ്പെട്ടവനായിട്ട് തീർന്നു. എന്തിനു വേണ്ടിയാ? അവന്റെ ദുഃഖം എനിക്ക് ലഘുവായിട്ട് തരുവാനായിട്ട്, അവന്റെ ചുമട് എനിക്ക് ലഘുവായിട്ട് തരുവാനായിട്ട്. നമുക്കറിയാം, ഒരു ഭാരമേറിയ കല്ലോ അല്ലെങ്കിൽ ഭാരമേറിയ ഇരുമ്പും കഷ്ണമോ നമ്മുടെ തോളയിലേക്ക് വെച്ചാല് വലിയ വലിപ്പം തലയിൽ വെച്ച് കഴിഞ്ഞാല് വലിയ വലിപ്പം തോന്നത്തില്ല. പക്ഷേ അതിന്റെ ഭാരം നമ്മളെ താഴേക്ക് താത്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു പഞ്ഞിയുടെ കെട്ടാണല്ലോ, വലിയ വലിപ്പമുണ്ട്, കാണുന്നവർക്കും നോക്കുമ്പോൾ വലിയ വലിപ്പമുണ്ട്. എന്നാല് നമ്മുടെ തലയിൽ അതിരുന്നാൽ നമ്മളൊന്നും അറിയത്തില്ല. എന്തുകൊണ്ടാ? അതിന്റെ ഭാരം നമുക്ക് അത്രമാത്രം അനുഭവപ്പെടുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഈ ഇരുമ്പ് കട്ടകളും നമ്മുടെ ജീവിതത്തിലെ ഇഷ്ടിക കട്ടകളും നമ്മുടെ ജീവിതത്തിലെ കല്ലുകളും ഒക്കെയും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അത് വഹിച്ചിട്ട് വെറും പഞ്ഞുകെട്ട് പോലെ, പഞ്ഞി പോലെയുള്ള പഞ്ഞിയുടെ കെട്ടുകളാണ് നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്നതായ ഈ കർത്താവിന്റെ ചുമട് ഓരോന്നും. നമ്മളെ കാണുന്നവര് വിചാരിക്കും, ഓ, ഇവരെങ്ങനെ ജീവിക്കുന്നത്, ഇവരുടെ നാവിനെ എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നത്, ഇവരുടെ പ്രവർത്തികളെ എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നത്. ലോകത്തിന്റെ പിന്നാലെ എല്ലാവരും പണത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി, മഹത്വത്തിന് വേണ്ടി ഓടുമ്പോൾ ഇവരെന്താ ഒന്നും ഇല്ലാത്തത്? നമുക്കറിയാം അതിന്റെ രഹസ്യം. എന്താ അതിന്റെ രഹസ്യം? എന്റെ കല്ലായിട്ടുള്ള ചുമടിനെ, എന്റെ ഇരുമ്പായിട്ടുള്ള ചുമടിനെ, എന്റെ ഭാരമേറിയ ചുമടിനെ, എന്നെ ആ ചുമടെല്ലാം കർത്താവ് വഹിച്ചിട്ട്, കർത്താവ് ഈ പഞ്ഞി പോലെ മൃദുവായിട്ടുള്ള ചുമടാണ് എന്റെ തലയിൽ വെച്ചത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഒരു ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഈ ഒരു ജീവിതം ദൈവിക അനുഗ്രഹത്തിന്റെ ജീവിതമാണ്. നമ്മെ എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് അതിലേക്കാണ്. നമ്മളോട് ദൈവം ആശ്വസിപ്പിക്കുവാൻ പറയുമ്പോൾ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ആ ആശ്വാസം നമ്മൾ പ്രാപിച്ച് അവന്റെ മൃദുവായിട്ടുള്ളതായ നുകവും ലഘുവായിട്ടുള്ളതായ ചുമടും നമ്മുടെ ജീവിതത്തിൽ വഹിച്ച് ആശ്വാസം പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. നമ്മളോട് നമ്മൾ സംസാരിക്കുന്നവര് ജീവൻ പ്രാപിക്കുവാൻ ഇടയായിട്ട് അവരുടെ ഭാരങ്ങൾ നീങ്ങിപ്പോവും. അവരുടെ ജീവിതത്തില് അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഭാരമന്യേ മുന്നോട്ട്, നമ്മൾ പാട്ട് പാടുന്ന പോലെ ഭാരമന്യേ മുന്നോട്ട് ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഈ ആശ്വാസം കർത്താവായ യേശുവിൽ നിന്ന് പ്രാപിക്കുക, മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നവരായിത്തീരുക. യേശുക്രിസ്തുവിൽ നിന്ന് നമുക്ക് ആശ്വാസം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ, യേശു കർത്താവ് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഈ ഭൂമിയിൽ വീണ്ടും വന്ന് 50 ദിവസവും കൂടെ ജീവിച്ചു, സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇന്ന് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ ആരാ ഉള്ളേ? ആരാ നമ്മളോട് കൂടെ ഉള്ളത്? യേശു കർത്താവ് ജീവിച്ചത് പലസ്തീനില്, ആ നാട്ടിൽ ജീവിച്ചു, 12 അപ്പോസ്തലന്മാരോട് കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചു. ആ സമയങ്ങളിൽ കർത്താവിന് ഒരാളുടെ കൂടെ ഒരു സമയം, തന്റെ ശിഷ്യന്മാരുടെ കൂടെ ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞ ചില സമയങ്ങൾ മാത്രമാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും കർത്താവ് നൽകിയിരിക്കുന്നത് എന്താ? കർത്താവ് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, പോകാഞ്ഞാല് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവൻ വരുമ്പോൾ എങ്ങനെ വരുന്നേ? പലസ്തീനി മാത്രമല്ല, അപ്പോസ്തലന്മാരുടെ കൂടെ മാത്രമല്ല, രക്ഷിക്കപ്പെട്ടതായ ദൈവ പൈതല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ പൂർണ്ണമായ ആധിപത്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ ആത്മാവിലേക്ക്, അവന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ആത്മാവാണ് കടന്നു വരുന്നത്. ഈ യേശുവിന്റെ ആത്മാവിനെ യോഹന്നാന്റെ സുവിശേഷത്തില് പരിചയപ്പെടുത്തുന്ന, നമ്മൾ പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും അനദർ ഹെൽപ്പർ എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റു പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും പറയുന്നത് അനദർ കംഫർട്ടർ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന മറ്റൊരു ആശ്വാസദായകൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഐക്യപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് അതിലൂടെ കാണിക്കുന്നതെന്ന്
നമ്മൾ റോമാലേഖനത്തിലെ 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാല് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഒഴുക്കി തന്നിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുക്കപ്പെട്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് ആരാ? അനദർ കംഫർട്ടർ, ആശ്വാസദായകൻ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന പോലെ കിടന്ന് ഉരുളുവോ ചാടുവോ മറിയുവോ രോഗസൗഖ്യം വരുത്തുന്ന കാര്യമൊന്നും അല്ല നടക്കേണ്ടത്. എന്താ നടക്കേണ്ടത്? ആശ്വാസം നടക്കണം. യേശുവിനെ കൂടുതൽ വ്യക്തതയോടെ അറിയുവാനായിട്ട് ഇടയായി തീരണം. യേശു പഠിപ്പിച്ചതായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരികയും അതിലൂടെ നമ്മളെ മുന്നോട്ട് നടത്തുകയും ചെയ്യുന്നത് വഴി യേശുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാനുള്ള ശക്തി, അതാണ് നമുക്ക് കിട്ടുന്ന പവർ. അല്ല, ഇന്ന് പലരും ചാടി മറിയുന്ന പോലെ ചാട്ടത്തിന്റെയും മറിച്ചിലിന്റെയും അലർച്ചയുടെയും ഉരുട്ടത്തിന്റെയും ഒന്നും ശക്തി അല്ല തരുന്നത്. അവന്റെ സാക്ഷിയായി തീരുവാനുള്ള ശക്തി. യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷിയാക്കി മാറ്റുന്ന ശക്തിയാണ് പരിശുദ്ധാത്മ ശക്തി. അതില് ആശ്വാസദായകൻ നമുക്ക് ആശ്വാസം പകർന്ന്, സമാധാനം പകർന്ന്, സത്യത്തിന്റെ സമൃദ്ധി പകർന്ന്, യേശുവിനെ നമുക്ക് കൂടുതൽ കാണിച്ചു തന്ന്, അവൻ പഠിപ്പിച്ച കാര്യങ്ങൾ, ഉപദേശിച്ച കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്ന് അവൻ നമ്മളെ മുന്നോട്ട് നടത്തും. അപ്പോൾ ഈ ഒരു ആശ്വാസദായകനെ, പരിശുദ്ധാത്മാവ് ആശ്വാസദായകനാണ്, ആശ്വാസം ദാനമായിട്ട് തരുന്നവൻ. ആ ആശ്വാസദായകനെ നമ്മുടെ ജീവിതത്തിൽ അറിയുവാനായിട്ട് ഇടയായിത്തീരണം. അവനിൽ നിന്ന് ആശ്വാസം പ്രാപിക്കണം. യേശു ക്രിസ്തുവിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളെ വളരെ ഉത്സാഹിപ്പിക്കുന്ന വേറൊരു വാക്യം കൂടെയുണ്ട്. നമ്മൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായം 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഞാനിത് പറയുവാനായിട്ടുള്ള കാരണം, പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഞെരുക്കങ്ങളും ഒക്കെയും ആയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മാനുഷികമായിട്ട് ഇതിങ്ങനെയൊക്കെയാ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ പ്രയാസം. അത് ഒരു ആ നാണയത്തിന്റെ ഒരു വശം മാത്രമാണ്. അതിന്റെ മറുവശം എന്താ? നമ്മളിവിടെ 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ട. ഇവിടെ ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നത് എന്താ? ദൈവം മനസ്സലിവുള്ള പിതാവാണ്. എല്ലാ പിതാക്കന്മാർക്കും മനസ്സലിവുണ്ട്. എന്നാല് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം, നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവം, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ? മനസ്സലിവുള്ള പിതാവാണ്. നോട്ട് ഓൺലി നമ്മുടെ സ്നേഹമുള്ള പിതാവ് മാത്രമല്ല, അവൻ മനസ്സലിവുള്ള പിതാവാണ്. നമ്മള് ജീവിതത്തിലെ വീഴ്ചകളിലും തളർച്ചകളിലും പരാജയങ്ങളിലും എല്ലാം നമ്മോട് കമ്പാഷനുള്ള, നമ്മളോട് കരുണ കാണിക്കുന്ന, മനസ്സലിവുള്ള ആ ദൈവമാണ്. നമ്മള് പഴയ നിയമ പുസ്തകങ്ങളിൽ പോലും ദൈവത്തെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. താൻ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ച് അനുതപിക്കുന്ന ഒരു ദൈവം. യോനയിലൂടെ നിനവയിലെ മക്കളെല്ലാവരും മാനസാന്തരപ്പെട്ടപ്പോൾ രാജാവ് ഉൾപ്പെടെ ഉള്ളവര് അവര് രട്ടുകൊടുത്ത് കണ്ണുനീരായി അവര് മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം എന്താ ചെയ്തത്? അവർക്ക് കിട്ടുവാനിരുന്ന അകൃത്യത്തെ കുറിച്ച് ദൈവം അനുതപിച്ചു. നോക്കൂ, നീതിമാനായ ദൈവം എങ്ങനെയായി തീർന്നു? താൻ നടത്തുവാനായിട്ട് തീരുമാനിച്ചിരുന്നതായ ആ ശിക്ഷയെക്കുറിച്ച് ദൈവം അനുതപിച്ചു. അനുതാപം ഉണ്ടാകുന്ന അവിടെ മനസ്സലിവുള്ളാണ്. ദൈവത്തിന്റെ മനസ്സലിവ്. ആ മനസ്സലിവുള്ള പിതാവും, രണ്ടാമത് ഇവിടെ പറയുന്ന കാര്യം എന്താ? മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവം. സർവ്വ ആശ്വാസം, ഓൾ കംഫർട്ട്. പൂർണ്ണമായ ഇംഗ്ലീഷില് അത് പറഞ്ഞേക്കുന്നത് ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്.
അപ്പൊ ഏതൊക്കെ കംഫർട്ടാ? എല്ലാ കാര്യത്തിലും. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് സംശയം തോന്നുമ്പം ഈ വാക്യം നമ്മൾ നോക്കുക, ദൈവത്തിന്റെ പ്രോമിസ് നോക്കുക. യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുന്ന നമ്മളെ സ്നേഹിക്കുന്ന ദൈവം എന്താ? ആ ദൈവം ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്. ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ കംഫർട്ട്, ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കംഫർട്ട്, കുടുംബജീവിതത്തിൽ കംഫർട്ട്, ജോലിസ്ഥലത്തെ കംഫർട്ട്, ബോസ് നമ്മളെ പിടിച്ചിട്ട് വഴക്ക് പറയുമ്പോഴും അവിടെയും കംഫർട്ട്, നമ്മളെ അയൽക്കാർ ഉപദ്രവിക്കുമ്പോൾ അവിടെയും കംഫർട്ട്, പണം നമുക്ക് നഷ്ടം വരുമ്പോൾ അവിടെയും കംഫർട്ട്, ജോലി പോകുമ്പോൾ അവിടെയും കംഫർട്ട്, രോഗം വരുമ്പോൾ അവിടെയും കംഫർട്ട്, എല്ലായിടത്തും കംഫർട്ട് തരുന്ന ഒരു ദൈവമാ ഏതാ? ഗോഡ് ഓഫ് ഓൾ കംഫർട്ട് അല്ലേ? അപ്പൊ ഈ ദൈവത്തിൽ നിന്ന് യഥാർത്ഥമായ ആശ്വാസം പ്രാപിച്ചുകൊണ്ട് ആശ്വാസം പകർന്നു കൊടുക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതം തീരണം. അപ്പോഴാണ് യഥാർത്ഥ പുതിയ നിയമത്തിന്റെ ആത്മാവില് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്നെന്ന് പറയുന്നിടത്തോളം മറ്റുള്ളവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പാപത്തിന്റെ ചതിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. ഈ ഒരു ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് രുചിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. നമുക്കതിനായി നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ഈ രാത്രികാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഞാൻ യെശയ്യാപ്രവചനം ബാക്കി 4 വാക്യങ്ങളും കൂടെ ചിന്തിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ സമയം വളരെ കടന്നുപോയത്. വിനോദിക്കുന്നെങ്കിൽ പിന്നെ ഒരു ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കാം. അവിടെയും ആഴമേറിയ ദൈവീക സത്യങ്ങള് ദൈവം നമുക്കവിടെ പറയുന്നുണ്ട്. 3, 4, 5 വാക്യം, എല്ലാ വാക്യങ്ങളിലും അത് നമുക്ക് ദൈവം അനുവദിക്കുന്നതിൽ പിന്നെ ഒരു ദിവസം നമുക്ക് ചിന്തിക്കാം. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയങ്ങളോട് സംസാരിച്ച, നമ്മുടെ ഹൃദയങ്ങളിൽ ഉത്സാഹിപ്പിച്ച എല്ലാ വചനത്തെയും നമുക്ക് ഏറ്റെടുക്കാം. അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നല്ല നിലത്ത് ദൈവം വിതച്ച വിത്തുകളായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തീരുവാനായിട്ട്